നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് മുമ്പിലേക്ക് വരുന്നത്. നമുക്കിന്ന് സംസാരിക്കാൻ ഭയത്തിനെ കുറിച്ച്. ഏതൊരു കാര്യത്തിനാണോ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്, ആ അടിമത്തം നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കുകയും നമ്മളെ ഭരിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കുകയും നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നുമ്പോൾ പോസിറ്റീവ് വശങ്ങൾ കണ്ടെത്തുകയും ശ്രമിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമുക്കൊരു ലക്ഷ്യം, സ്വപ്നം, ആഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ അതിൽ നിന്നൊക്കെ പുറകോട്ട് വലിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ആ കടമ്പ എനിക്ക് കടക്കാൻ സാധിക്കുമോ, അതെനിക്ക് സാധ്യമാകുമോ എന്നുള്ള ഒരു ഉൾഭയം നമ്മളെ പിന്തുണയ്ക്കാറുണ്ട്. ഈ ഭയം ഇല്ലാതാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭയത്തിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിൽ ഭയം ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ആ ആധിപത്യം നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നു, അധികാരം കണ്ടെത്തി തുടങ്ങുന്നു. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവായ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് മുൻതൂക്കം നൽകി അതിനെ മാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ആ വിജയം നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അതിനുവേണ്ടി എത്ര എഫേർട്ട് എടുക്കാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള എത്രയോ പേരുണ്ടാവാം, പൂക്കാൻ കൊതിച്ചിട്ടും പിരിയാതെ പോയ ചില പൂമരങ്ങൾ പോലെ. ശിഖരങ്ങൾ വളരാതെ, വേരുകൾ മണ്ണിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടും അവിടം കൊണ്ടൊന്നും പൂക്കാൻ കഴിയാതെ പോയ ചില പൂമരങ്ങൾ. തണലേകുവാൻ മാത്രമായി വിധിക്കപ്പെട്ട അങ്ങനെ എത്ര പൂമരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. നമ്മളും അങ്ങനെ ഒരു പൂമരമാകണമെന്ന് വേണ്ടി ചിന്തിക്കേണ്ടതുണ്ട്. ഭയം കൊണ്ട്, ഇഷ്ടക്കൂടുതലുകൾ കൊണ്ട് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഭയത്താൽ കിടക്കുന്നുണ്ടാവും. പൂവിട്ട വള്ളിപ്പടർപ്പുകൾക്ക് മാത്രം താങ്ങാവാനും തണലാവാനും മാത്രം കഴിയുന്ന പൂമരങ്ങളായി നമ്മൾ ഒരിക്കലും മാറരുത്. അതുകൊണ്ടാണ് ആ ജീവിതം അങ്ങനെ പാഴായി പോകുന്നത്. സ്വപ്നങ്ങളില്ലാഞ്ഞിട്ടോ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടോ ലക്ഷ്യങ്ങളില്ലാഞ്ഞിട്ടോ അല്ല, കാണുന്ന സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നത് കൊണ്ടാണ്. ആ ചിന്ത തന്നെ ഉണ്ടാകുന്നത് ഭയത്താൽ തന്നെയാണ്. എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്നതിനെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ചവിട്ടിപ്പടികൾ വളരെ എളുപ്പമുള്ളതായിരിക്കും. ഏതൊരു കാര്യത്തിലും നമ്മൾ പോസിറ്റീവ് വശം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് അവിടെ ഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. എപ്പോഴും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധിക്കാൻ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതിരോധം ശക്തമാകുമ്പോൾ ഭയം അവിടെ കൊണ്ട് ഇല്ലാതാവുന്നു. വഴിമരച്ചില്ലയിലെങ്ങോ പൂക്കാൻ മറന്നുപോയ ഒരു കിനാവായി ഒരിക്കലും മാറാതിരിക്കുക.